ശരിക്കും മനസ്സിലാക്കിക്കോളൂ. പെണ്ണുങ്ങളെ, മഹദികളെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് ചെവി തുറന്ന് കേൾക്കണേ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അരികത്ത് നിങ്ങൾ ചികിത്സ അന്വേഷിച്ചു പോയി എന്നിരിക്കട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖിയായ ഒരു മനുഷ്യനെ സമീപിക്കാൻ പാടുള്ളൂ. ഇത് മതപരമായ ഒരു ചടങ്ങാണ്. അതുകൊണ്ട് ഇസ്ലാമേതര മറ്റു മതവിശ്വാസികളെ ഈ വിഷയത്തിൽ ചികിത്സിക്കാൻ പറ്റൂല. നിങ്ങൾ അരിഷ്ടം വാങ്ങി പോകുന്നുള്ളൂ, കുഴപ്പമില്ല. അവർ മരുന്ന് തന്നെ വാങ്ങിച്ചു. ആചാരപരമായ ആരാധനാപരമായ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടോ ജപിച്ചോ ചെയ്യുന്ന ഈ പരിപാടി ഇസ്ലാമേതര ഒരു മതവിശ്വാസത്തിൽ ചെന്നുകൊണ്ട് ചികിത്സ തേടാൻ പാടില്ലെന്നാണ് നമ്മുടെ ശരീഅത്തിന്റെ നിയമം. അതാണ്. നമ്മളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരുമാണ്. ആരെയും കളിയാക്കരുതെന്നും ഒരു മതവിശ്വാസിയെയും നിങ്ങൾ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവർ അള്ളാഹുവിനെ പരിഹസിക്കും, അത് നിങ്ങൾക്ക് വിഷമുണ്ടാവും, അങ്ങനെ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങൾ ആരാധിക്കുന്ന മതവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അവരുടെ ആരാധ്യരെ കളിയാക്കരുത്, പരിഹസിക്കരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ നോക്കണം. പക്ഷേ ഇബാദത്തിന്റെയും ഈമാനിന്റെയും നമ്മുടെ വിശ്വാസത്തിന്റെയും വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ കർക്കശമായും കണിശമായും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചികിത്സിക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം, ഇത് ഭയങ്കര പ്രശ്നം, ഇത് നിങ്ങൾ ഇന്നാലിന്ന ഒരു ആരാധനാലയം മുസ്ലിമീങ്ങളുടേതല്ലാത്ത ഇന്നാലിന്നൊരു സ്ഥലത്ത് നിങ്ങൾ നേർച്ചയോ വഴിപാടോ യാഗമോ ത്യാഗമോ നേർച്ചയോ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഇത് ഒഴിവാകൂ, ഞങ്ങളെ കൊണ്ട് ചെയ്ത് ഒഴിവാക്കി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കലാമു കൊണ്ടും ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും ദുആ കൊണ്ടും സ്വാലിഹായ മനുഷ്യന്റെ റുഖ്യ കൊണ്ടും ക്ലിയർ ആവേണ്ട ഒരു വിഷയം ദീനിന്റെ പുറത്തേക്ക് മറ്റൊരു ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു വിടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അപകടകാരിയാണ്. അത് എത്ര തങ്ങളോ ഉസ്താദോ ഏത് ലെവലിൽ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു പക്ഷെ അത് അറിയില്ലായിരിക്കാം. ഇൽമ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ദീനിൽ ഇൽമില്ലാതെ, ഇൽമു കൊണ്ടാണ് ഇതിനൊക്കെ നടക്കുക. കറാമത്ത് കൊണ്ടല്ല ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്നറിയണം. കാരണം അള്ളാഹു അത്ഭുത സിദ്ധികൾ ഫാസിക്കുകൾക്കും കൊടുക്കും, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾക്കും കൊടുക്കും. സ്വാലിഹീന് കൊടുക്കുന്നതാണിതെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത് ശരീഅത്തുമായി യോജിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് ഇൽമു വേണം. ഇൽമു കൊണ്ടേ അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു ആബിദിനെ 1000 തവണ പറ്റിച്ചാലും ഒരു ആലിമിനെ പറ്റിക്കാൻ പിശാചിന് കഴിയൂല എന്നാണ്. അറിവില്ലാത്ത ആളുകൾ അവർക്ക് പോലും അറിയില്ലായിരിക്കാം. അവർ കേട്ടുപോകുന്നത്, അവർ പഠിച്ചത് അങ്ങനെ ആയിരിക്കാം. അവരെ പഠിപ്പിച്ച ആളുകൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, ഇത് നിങ്ങൾ അവിടെ പോയിക്കോളൂ, ഇവിടെ പോയിക്കോളൂ. പോകരുത്. ക്ഷമിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ ആ പ്രയാസത്തിലായിട്ട് മരണപ്പെടുകയാണെങ്കിൽ പോലും അതാണ് നമുക്ക് ഖൈർ. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന സജ്ജനങ്ങളായ മുഅ്മിനീങ്ങൾ, ആബിദീങ്ങൾ, ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ, ഉലമാ, അവരെ സമീപിക്കുന്ന റുഖീ. ഒരു സ്ഥാനം കണ്ട് ശരിയായില്ല എന്ന് വരും. അടുത്ത് അങ്ങനെയല്ല, ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല. കാസർഗോഡ് പോയാൽ അപ്പോൾ കാഞ്ഞങ്ങാട് ചെറിയ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് ശരിയായി എന്ന് വരും. വലിയ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നൊന്നും ഉണ്ടാവില്ല, അതിന് ചെറുത് മതിയാവും. അപ്പൊ ഒരു പക്ഷെ ഒരു മുത്താലിമിനെ കൊണ്ട് നിങ്ങൾ റുഖ്യ ചെയ്യിച്ചാൽ മതിയാവും ചിലപ്പോ, അല്ലെങ്കിൽ വലിയൊരു ഉസ്താദിനെ കൊണ്ട് ചെയ്യിച്ചോളൂ, വലിയൊരു ആലിമിനെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്നല്ലാതെ വിവരമില്ലാതെ ബോർഡും വെച്ചിരുന്നിട്ട് ഒരുപക്ഷെ സിഹറാണ് അവർ ചെയ്യുന്നത് എന്ന് പോലും അവർക്കറിയില്ല. കിതാബൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ വാങ്ങിക്കാൻ കിട്ടുന്ന മുഴുവൻ തൊൽസമാച്ചകൾ മുഴുവൻ ഹലാൽ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ അപകടകരമായ വിഷയങ്ങളുണ്ട്. ഇന്ന നബിയ്യൻ മിനൽ അംബിയാഇ കാന യഖുത്ത് ഫമൻ വാഫഖ ഖത്തുഹു ഫദാക്. ഇത് മാത്രമേ നമുക്കത് തെളിവുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുന്ന എത്രയോ അപകടകരമായ ചികിത്സകൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഈ ഒരു ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയ പുണ്യനബിതങ്ങൾ ത്യാഗം ചെയ്തത് സ്വല്ലല്ലാഹു. ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും ഒക്കെ ഉണ്ടായത് ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ചെറിയ പ്രയാസം, ഒരു വേദന, ഒരു അസുഖം, അല്ലെങ്കിൽ സിഹറാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഗതി, അതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആരാധനാ കർമ്മങ്ങളിലേക്കോ പൂജകളിലേക്കോ പോകരുത്. ഇതൊരു മുസ്ലിം എല്ലാ മതത്തെയും ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഒരു മുസ്ലിം തന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.